വയനാട്ടിൽ പരിചയപ്പെട്ട കൗമാരക്കാരനെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി പറയുന്നു. ഉരുൾപൊട്ടൽ ആ കുട്ടിയുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവനെടുത്തു. അമ്മ മരണത്തിലേക്ക് മുങ്ങിത്താഴുന്നത് നിസ്സഹായനായി ആ കുട്ടി കണ്ടുനിന്നു. പരിചയപ്പെട്ട ശേഷം പ്രിയങ്കയും ആ കുട്ടിയും സൗഹൃദത്തിലായി. ഇടയ്ക്കൊക്കെ മെസ്സേജുകൾ അയച്ചു. ഒരു ദിവസം അവനോട് ചോദിച്ചു, എന്ത് സമ്മാനമാണ് നിനക്ക് വേണ്ടത്? അവന്റെ മറുപടി ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നുവെന്ന് പ്രിയങ്ക പറയുന്നു. With my brother after the terrible landslides that devastated Wayanad. വയനാട്ടിൽ അതിഭീകരമായ നാശം വിതച്ച ആ മണ്ണിടിച്ചിലിന് ശേഷം 4 മാസങ്ങൾക്ക് മുമ്പ് ഇതേ തീയതി ഞാൻ എൻ്റെ സഹോദരനൊപ്പം വന്നപ്പോഴാണ് നിങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഞാൻ പഠിച്ചത്. I have seen many tragedies, and because of our professions we go across India. When there are tragedies we meet people, but seldom do I see the kind of pain and suffering that I saw when I came here. പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി പലതരത്തിലുള്ള ദുരന്തങ്ങൾപ്പെട്ട ആളുകളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വേദന, ഇത്രയും കഷ്ടപ്പാട് അപൂർവമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. Nature's fury was concentrated in a small area. All the houses in that area were washed away, all the families washed away, livelihoods washed away. പ്രകൃതിയുടെ കോപം മുഴുവൻ ഒറ്റ പ്രദേശത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും കുടുംബങ്ങളെല്ലാം പോയി, അവരുടെ ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ടു. And yet in the middle of this devastation and the middle of this pain and suffering, I saw with my own eyes the humanity of all of you. ഇത്രയും നാശത്തിന്റെ ഇടയിൽ, ഇത്രയും വേദനയുടെ ഇടയിൽ, ഇത്രയും കഷ്ടപ്പാടിന്റെ ഇടയിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങളുടെ ഇടയിലുള്ള മനുഷ്യത്വം ഞാൻ അന്ന് നേരിട്ട് കണ്ടു. Your kindness, your compassion, the way you came together to help each other. You did not see who's a Muslim, who's a Hindu, who's a Christian. You did not ask a caste. You did not ask religion. You just did whatever you could do to help those who were suffering. നിങ്ങളുടെ അനുകമ്പ, നിങ്ങളുടെ ദയ, It's passing from this place. നിങ്ങളുടെ ദയ, നിങ്ങളുടെ അനുകമ്പ ഞാൻ കണ്ടു. നിങ്ങൾ അവിടെ ദുരന്തബാധിതരോട് നിങ്ങൾ ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിം ആണോ എന്ന് നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ ആരുടെയും ജാതി ചോദിച്ചില്ല, നിങ്ങൾ ആരുടെയും മതം ചോദിച്ചില്ല. നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് അവരെ സഹായിക്കാൻ വന്നതെന്ന് ഞാൻ അവിടെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. And yesterday I spoke about a child I met who is probably 17 or 18 years old, who had lost his entire family. ഇന്നലെ ഞാൻ അവിടെ കണ്ട ഒരു കുട്ടിയെ കുറിച്ച് സംസാരിച്ചു. 17 അല്ലെങ്കിൽ 18 വയസ്സുണ്ടായിരിക്കും. മുഴുവൻ കുടുംബത്തെ നഷ്ടപ്പെട്ട ആ കുട്ടിയെ കുറിച്ച് ഇന്നലെ ഞാൻ സംസാരിച്ചു. So I made friends with him, and every now and then, every few days on WhatsApp, I asked him how is he. When I came here for the election campaign, I thought I'll send him a gift after the elections. ഞാൻ അദ്ദേഹത്തോട്, ആ കുട്ടി ഞാനും കൂടെ സുഹൃത്തുക്കളായി, ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ഞാൻ ആ കുട്ടിയോട് ചോദിക്കും, എന്ത് ചെയ്യാ, സുഖാണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ വിചാരിച്ചു ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ ശേഷം ആ കുട്ടിക്ക് ഞാനൊരു ചെറിയ സമ്മാനം കൊടുക്കാമെന്ന് വിചാരിച്ചു. So I asked him, what are your hobbies? Do you play soccer? What do you like to do? ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ വിനോദം, എന്താ കാര്യങ്ങൾ ചെയ്യുന്നത്, ഫുട്ബോൾ ഇഷ്ടമാണോ, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. And this child who had lost his entire family, who had struggled for 6 hours to save his mother from the raging waters and failed, who had watched his mother being swept away, and when I went to see him, he could barely stand up, he was in so much grief. This child told me that my hobby is to help people who are suffering. ഈ കുട്ടി സ്വന്തം അമ്മയെ ആ വെള്ളപ്പാച്ചിൽ രക്ഷിക്കാനാവാതെ 6 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് അമ്മ ഇങ്ങനെ ഒഴുകി പോകുന്നത് നോക്കി നിന്ന് ആ കുട്ടി, ആ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി. ഞാൻ എന്താണ് നിന്റെ വിനോദമെന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറയാണ്, അന്ന് ഞാൻ കണ്ടപ്പോൾ ദുഃഖം കാരണം സംസാരിക്കാൻ പോലും പറ്റാതിരുന്ന ആ കുഞ്ഞ് എന്നോട് പറയാണ്, എൻ്റെ വിനോദം എന്ന് പറയുന്നത് മനുഷ്യരെ സഹായിക്കലാണെന്ന്. When I read his message, I really deeply understood what an honor it is to be the representative of all of you in Parliament. ആ കുട്ടിയുടെ ആ മെസ്സേജ്, വാട്സപ്പിൽ ആ മെസ്സേജ് കണ്ടപ്പം എനിക്ക് ആഴത്തിൽ മനസ്സിലായി, നിങ്ങൾ ഓരോരുത്തരെയും ഈ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നിങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ആദരവാണെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. Because maybe you don't fully realize what a symbol of the true values that India stands for lies here in Wayanad.
ഒരു പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല, ഇന്ത്യ എന്ന രാജ്യം പ്രതിനിധാനം ചെയ്യുന്ന എത്ര യഥാർത്ഥ മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങളെ എല്ലാം പ്രതിനിധീകരിക്കുന്നവരാണ് നിങ്ങളെന്ന് ഒരു പക്ഷെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. The unity you show, the compassion you have for each other, the love you share with each other, it is unique, especially today when across India there is divisiveness and politics is constantly pushing you to be separate, to divide you. ഈ രാജ്യം മുഴുവൻ വിഭജനത്തിന്റെ ഒരു രാഷ്ട്രീയം നടക്കുമ്പോൾ, രാഷ്ട്രീയം നിരന്തരമായി നിങ്ങളെ വിഭജിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ കാണിക്കുന്ന അനുകമ്പ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഒരിടത്തും കാണാത്തതാണ്, വിശിഷ്ടമായതാണ്, സവിശേഷമായതാണ്. So to me you really represent all that is beautiful about our country. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് ഇന്ത്യ എന്ന ഈ രാജ്യത്തെ എന്തൊക്കെ മനോഹരമായിട്ടുണ്ടോ അതിനെയെല്ലാം പ്രതിനിധാനം ചെയ്യുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. And you also represent the fight that we, all of us in the UDF, are fighting. നിങ്ങൾ എല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നത് ഈ UDF ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പോരാട്ടത്തെയും നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നുണ്ട്. Today we are fighting for the spirit of our nation, for the soul of India. ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. We are fighting for the values of our constitution on which our nation was built. ഈ രാജ്യത്തെ പടുത്തുയർത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the right of each one of you to have a better, stronger future. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മെച്ചപ്പെട്ട ശക്തമായ ഭാവി ഉണ്ടാവാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോരാടിക്കൊണ്ടിരിക്കുന്നത്. For the power and resources of this country to belong rightfully to the people of this country. ഈ രാജ്യത്തെ അധികാരവും ഈ രാജ്യത്തെ വിഭവങ്ങളും നീതിപൂർവകമായ രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. We are fighting against a force that is doing everything in its power to destroy the institutions upon which our country was built. ഈ രാജ്യം പടുത്തുയർത്തപ്പെട്ട സ്ഥാപനങ്ങളെ എല്ലാ വിധത്തിലും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. That is weakening the rights of the people and handing over that which rightfully belongs to you to a few businessmen friends of theirs. ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ വിഭവങ്ങളെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രം നൽകുന്ന ഒരു ശക്തിക്കെതിരെയാണ് നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. So it is really your fight that we are fighting. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പോരാട്ടമാണ് ഇന്ന് ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. And as all of you and all of us stand shoulder to shoulder and go into this battle, you should know that you have placed your trust and faith in me, that I understand this very well, that the next 5 years and hopefully ahead of that as well, I will spend day and night fighting for you, fighting for a better, stronger future for you. നമ്മൾ ഈ പോരാട്ടത്തിൽ നമ്മളും നിങ്ങളും തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് ഈ പോരാട്ടത്തിൽ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അടുത്ത 5 വർഷം മാത്രമല്ല പ്രതീക്ഷയോടുകൂടി അതിനപ്പുറവും ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുമെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. And as I said when I first came here, you will not be disappointed. ആദ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. Yesterday in one of these meetings, somebody from the crowd said, "Promise me that you are going to come back." ഇന്നലെ ഇതുപോലെയുള്ള യോഗത്തിൽ ജനക്കൂട്ടത്തിനിടയിലുള്ള ഒരാൾ എന്നോട് ചോദിക്കുകയായിരുന്നു, ഉറപ്പ് നൽകുക, ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പ് നൽകണമെന്ന് ഒരാൾ പറഞ്ഞു. So I am promising you that I will come so many times that you will get fed up of me. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം വരും, ഞാൻ വന്ന് നിങ്ങൾ മടുക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. So please get used to seeing me. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ വയനാട് നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ കണ്ട് പരിചയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. And let's travel on this beautiful journey of making you a better life, stronger futures together. നിങ്ങൾക്ക് ഒരു മെച്ചപ്പെട്ട ശക്തിയുള്ള ഭാവി ഉണ്ടാക്കുന്ന മനോഹരമായ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം. These 2 days I am going around to every assembly thanking everybody for the love and the affection you have given me. But after this my real work will begin,
and we will work together to resolve all the issues that you're facing. ഈ 2 ദിവസങ്ങൾ ഞാൻ ഇവിടുത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഈ 2 ദിവസങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന് ശേഷമാണ് എന്റെ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങാൻ പോകുന്നത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി. And first task is to start learning Malayalam. എന്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് മലയാളം പഠിക്കാൻ തുടങ്ങലാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. But I'm learning more also.